പ്രിയമുള്ള സുഹൃത്തുക്കളെ, അബ്ദുൽ നാസർ മഅ്ദനി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ രാജ്യത്ത് രാജ കൊട്ടാരത്തിലോ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരാളെയല്ല അബ്ദുൽ നാസർ മഅ്ദനി. ഈ രാജ്യത്തിൻ്റെ അതിസമ്പന്നന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുമല്ല അബ്ദുൽ നാസർ മഅ്ദനി. നമ്മൾ അറിയേണ്ടതുണ്ട്, ഈ പറഞ്ഞ സിംഹാസനത്തിലേക്കും ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക രാജാക്കന്മാരിലേക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരാളും കൂടിയായിരുന്നു അബ്ദുൽ നാസർ മഅ്ദനി. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമ്പത്തോ അദ്ദേഹം പദവിയോ ആഗ്രഹിച്ചുകൊണ്ട് ഈ രാജ്യത്ത് അദ്ദേഹം രാഷ്ട്രീയ പൊതുപ്രവർത്തനം നടത്തിയിട്ടില്ല. അദ്ദേഹം അടിച്ചമർത്തപ്പെട്ട പട്ടിണിപ്പാവങ്ങൾക്കും വേണ്ടി ശബ്ദിച്ച ഒരേ ഒരു നേതാവ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദ് മാത്രമാണ് എന്ന് ഈ വേദിയിൽ എനിക്ക് പറയാൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുന്നു. അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദ് 4.5 നൂറ്റാണ്ടുകാലം അള്ളാഹുവിലേക്ക് സുജൂദ് ചെയ്തിരുന്ന ബാബരി മസ്ജിദിൻ്റെ മുനാരങ്ങൾ തട്ടിത്തെറിപ്പിച്ചപ്പോൾ ഇന്ത്യയുടെ പട്ടാളവും പോലീസും നോക്കി നിൽക്കെ ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം എന്തു ചെയ്തു എന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് അബ്ദുൽ നാസർ മഅ്ദനി ചോദിച്ചു എന്നുള്ള പേരിൽ മാത്രമാണ് നിങ്ങൾ ശിക്ഷിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ തീവ്രവാദി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പക്ഷേ അദ്ദേഹം അത് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. സ്വാമിയാനന്ദ സ്വാമിയുടെ ആശ്രമം കത്തിച്ച, അതിൽ നിന്ന് ആൻ്റണി ഭരണകൂടം അവിടെ നരിനായാട്ട് നടത്തിയപ്പോൾ ആദ്യം എത്തി ആ സ്വാമിയെ ആശ്വസിപ്പിക്കാനുണ്ടായത് അബ്ദുൽ നാസർ മഅ്ദനി ആണ് എന്ന് ഈ രാജ്യത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അബ്ദുൽ നാസർ മഅ്ദനി ആരാണെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ രാജ്യത്തിൻ്റെ ഗുജറാത്തിലും ഭുവണ്ടിയിലും ഹൈദരാബാദിലും ജംഷഡ്പൂരിലും ഇവിടെ കൊന്നൊടുക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ അബ്ദുൽ നാസർ മഅ്ദനി ശബ്ദിച്ചപ്പോൾ അദ്ദേഹം തീവ്രവാദിയായി. ഈ ഭരണകൂടങ്ങൾ കാട്ടുന്ന ഇല്ലായ്മകളെ ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ അടുത്തെത്തിച്ചപ്പോൾ അദ്ദേഹം തീവ്രവാദിയായി. അബ്ദുൽ നാസർ മഅ്ദനി ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഫാസിസ്റ്റ് ശക്തികൾക്ക് അത് കണ്ണിൽ കടിയായി മാറി. ഇതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഫസ്റ്റ് തുടക്കം.